വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 7 24 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാനെ കുറിച്ച് യേശുവിന്റെ സാക്ഷ്യം. യോഹന്നാന്റെ ദൂതന്മാർ പോയപ്പോൾ യേശു അവനെ പറ്റി ജനക്കൂട്ടത്തോട് പറയാൻ തുടങ്ങി. നിങ്ങൾ എന്തു കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത്? കാറ്റത്തുലയുന്ന ഞാങ്ങണയോ? അല്ലെങ്കിൽ പിന്നെ എന്തു കാണാനാണ് നിങ്ങൾ പോയത്? മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവനെയോ? മോടിയായി വസ്ത്രം ധരിച്ച് ആഡംബരത്തിൽ ജീവിക്കുന്നവർ രാജകൊട്ടാരങ്ങളിലാണല്ലോ. അതുമല്ലെങ്കിൽ എന്തു കാണാനാണ് നിങ്ങൾ പോയത്? പ്രവാചകനെയോ? അതോ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രവാചകനേക്കാൾ വലിയവനെ തന്നെ. ഇവനെ പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഇതാ, നിനക്ക് മുൻപേ എന്റെ ദൂതനെ ഞാൻ അയക്കുന്നു. അവൻ മുൻപേ പോയി നിനക്ക് വഴിയൊരുക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. എങ്കിലും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. ഇത് കേട്ട് യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച സാമാന്യ ജനവും ചുങ്കക്കാരും ദൈവനീതിയെ പ്രഘോഷിച്ചു. ഫരിസേയരും നിയമജ്ഞരുമാകട്ടെ യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ തങ്ങളെ പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു. ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? അവർ ആരെ പോലെയാണ്? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചുവെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെ പോലെയാണ് അവർ. എന്തെന്നാൽ യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞ് കുടിക്കാത്തവനുമായി വന്നു. അവനെ പിശാച് ബാധിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ ഇതാ, ഭോജനപ്രിയനും മദ്യപനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നു. ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. യോഹന്നാൻ മാംദാനയെ പറ്റിയുള്ള യേശുവിന്റെ പരാമർശനങ്ങൾ. യേശുവിന്റെ മുന്നോടിയായി സമൂഹത്തിലേക്ക് കടന്നുവന്ന യോഹന്നാൻ മാംദാനയെ പറ്റി ഒരിക്കൽ യേശു നടത്തിയ പരാമർശനങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ചിന്താവിഷയം തന്നെ. സാധാരണ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും കഴിവിന്റെ പര്യായമായി കരുതുന്ന അവസരവാദപരമായിട്ടുള്ള ജീവിതശൈലിയും തത്വദീക്ഷ ഒട്ടും ഇല്ലാത്ത ഒരു പ്രവർത്തന ശൈലിയും ഉള്ളവനായിരുന്നില്ല യോഹന്നാൻ എന്ന് യേശു അവരോടായിട്ട് പറയുന്നു. മറ്റു ചിലർ വിചാരിക്കുന്ന പോലെ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരും ആഡംബരത്തിലും അധികാരത്തിലും അടിച്ചു തൂങ്ങുന്നവരുമായിട്ടുള്ള ഒരു ജനനേതാവായിരുന്നില്ല യോഹന്നാൻ എന്നും അവരോടായിട്ട് സംസാരിക്കുന്നു. മറിച്ച് സ്വന്തം ജീവിതത്തിലൂടെ സാക്ഷാൽ ഒരു പ്രവാചകനായിട്ട് ജീവിക്കുകയും ആ പ്രവാചക തുല്യം തന്റേതായിട്ടുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റാൻ ഇടവരികയും ചെയ്ത അതുല്യ തത്വബോധമുള്ള പ്രതിഭാശ്രേഷ്ഠനാണ് യോഹന്നാൻ മാംദാന എന്ന് ജനങ്ങളോടായിട്ട് യേശു പറയുകയാണ്. തുടർന്ന് യേശു ഇത്രയും കൂടി കൂട്ടിച്ചേർക്കുന്നു: ഇത്ര കണ്ട് മൂല്യബോധത്തിലും തത്വദീക്ഷയിലും ശ്രദ്ധയും നിഷ്ഠയും പ്രകടിപ്പിക്കാനിടവന്നിട്ടുള്ള മറ്റൊരു വ്യക്തിയെ താൻ കണ്ടുമുട്ടാൻ ഇടവന്നിട്ടില്ല എന്നുപോലും. ഇത്രയും ആദർശനിഷ്ഠയോടും തത്വദീക്ഷിതമായിട്ടുള്ള നിലപാടുകളോടും മൂല്യാധിഷ്ഠിതമായ സമീപനങ്ങളോടും കൂടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ട യോഹന്നാനെ അനുസരിക്കാതെയും യോഹന്നാന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെയും ആ സമൂഹത്തിലെ ചിലരുണ്ടായിരുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ട് യേശു അവരുടെ പ്രവർത്തനങ്ങൾ വെറും ബാലിശമായി പോയി. തെരുവിലെ കുട്ടികളെ പോലെ അവർ പെരുമാറാൻ ഇടവന്നു. ജീവിതത്തെ കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ കാണാൻ കഴിവില്ലാതെ ചന്തക്കുട്ടികളെ പോലെ അവർ സംസാരിക്കാനും പെരുമാറാനും ഇടവന്നതിൽ അല്പം നീരസവും അതിലേറെ മതിപ്പുകേടും യേശു പ്രകടിപ്പിക്കാൻ ഇടവരുന്നു ഇന്നത്തെ സുവിശേഷത്തിലൂടെ. ഈ തരത്തിലുള്ള സമൂഹത്തിലുള്ള ഉന്നത സ്ഥാനീയർ എന്ന് സ്വയമായിട്ട് അവകാശപ്പെടുന്ന
ഫരീസയർക്കും നിയമജ്ഞർക്കും ശക്തിയായിട്ടുള്ള ഒരു സന്ദേശം യേശു ഇതിലൂടെ നൽകുന്നതായിട്ട് വേണം നാം ഗ്രഹിക്കുവാൻ.